നമസ്കാരം. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിൽ കാണിക്കയായി ലഭിച്ച അമൂല്യ വസ്തുക്കൾ മോഷ്ടിക്കപ്പെട്ടു എന്ന ആരോപണത്തിൽ രാം ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ് രാജിവച്ചിരിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം ട്രസ്റ്റ് മെമ്പർ അനിൽ മിശ്രയും രാജിവെച്ചു. പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം പുരോഗമിക്കുകയും 8 പേർ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലാവുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് രാജി. ഇരുവരുടെയും രാജി ട്രസ്റ്റ് സ്വീകരിച്ചതായി സ്ഥിരീകരണമില്ല. പക്ഷേ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ട്രസ്റ്റ് ഇരുവരുടെയും രാജി ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. ചമ്പത് റായിയുടെ ഡ്രൈവറെയും കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു. അതോടെയാണ് രാജിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. എങ്കിലും പ്രത്യേക അന്വേഷണ സംഘം ചമ്പത് റായിയെ പ്രതി ചേർത്തിട്ടില്ല. രാജ്യത്തെ ഏറ്റവും പ്രമുഖമായ ഒരു ക്ഷേത്രത്തിൽ നടന്ന മോഷണം എന്ന നിലയിൽ ആരോപണങ്ങൾ ദേശീയ ശ്രദ്ധ ആകർഷിച്ചിരുന്നു. മാത്രമല്ല, കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ വിഷയം ഏറ്റെടുക്കുകയും ചെയ്തു. ഈ ആരോപണങ്ങളുടെ പിന്നിലെന്ത്? മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നടന്ന മോഷണത്തിൽ BJPക്കും RSSനും പങ്കുണ്ടെന്നായിരുന്നു കോൺഗ്രസിൻ്റെ ആരോപണം. SIT അന്വേഷണം പ്രഖ്യാപിച്ചത് കോൺഗ്രസിന് ചെലുത്തിയ സമ്മർദ്ദം കാരണമാണെന്നും രാജ്യത്തെ കോടിക്കണക്കിന് രാമഭക്തരെ BJP വഞ്ചിച്ചു എന്നുമായിരുന്നു കോൺഗ്രസ് സംസ്ഥാന ഘടകത്തിൻ്റെ പ്രതികരണം. വിഷയം ആളിക്കത്തിക്കാൻ വലിയ ശ്രമം നടത്തുന്നത് പക്ഷേ ആം ആദ്മി പാർട്ടി നേതാവാണ്. അരവിന്ദ് കെജ്രിവാൾ ഇന്ന് അയോധ്യയിലെത്തുകയും BJPക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ യോഗി ആദിത്യനാഥ് സർക്കാർ പൂർണ്ണ പരാജയമെന്നായിരുന്നു CPIMൻ്റെ വിലയിരുത്തൽ. എന്നാൽ രാഷ്ട്രീയ ആരോപണങ്ങളെ തള്ളിക്കളയുകയാണ് BJP. ദില്ലിയിൽ നിന്ന് അയോധ്യയിലെത്തി കേജ്രിവാൾ നടത്തുന്നത് നാടകമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തിരിച്ചടിച്ചു. ദില്ലി ഭരിക്കാൻ ജനങ്ങൾ അവസരം നൽകിയപ്പോൾ അവർക്ക് അഴിമതി മാത്രം തിരിച്ചു നൽകിയയാളാണ് കേജ്രിവാൾ. അഴിമതി കേസിൽ ജയിലിൽ കിടന്ന കേജ്രിവാൾ അയോധ്യയ്ക്ക് വേണ്ടി മുതലക്കണ്ണീർ ഒഴുക്കുകയാണെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആരോപിച്ചു. അയോധ്യക്കെതിരെ വ്യാജ പ്രചരണം നടക്കുകയാണെന്നും തെറ്റു ചെയ്ത ആരെയും വെറുതെ വിടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ആരോപണങ്ങളെ തുടർന്ന് രാജിവെച്ച ചമ്പത് റായ് ശ്രീരാമ ജന്മഭൂമി പ്രസ്ഥാനത്തിനായി ജീവിതം ഉഴിഞ്ഞുവെച്ച വ്യക്തിത്വമാണ്. നിലവിൽ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ അന്താരാഷ്ട്ര വൈസ് പ്രസിഡന്റ് കൂടിയായ അദ്ദേഹം 1946 ജനിച്ച ഉത്തർപ്രദേശ് സ്വദേശിയാണ്. RSSൽ മുഴുവൻ സമയ പ്രവർത്തകൻ ആകുന്നതിന് മുമ്പ് അദ്ദേഹം കെമിസ്ട്രി പ്രൊഫസറായിരുന്നു. രാമജന്മഭൂമി പ്രസ്ഥാനവുമായി അദ്ദേഹത്തിന് 3 പതിറ്റാണ്ട് നീളുന്ന അഗാധമായ ബന്ധമുണ്ട്. അയോധ്യയുടെ എൻസൈക്ലോപീഡിയ എന്നാണ് ചമ്പത് റായ് അറിയപ്പെട്ടിരുന്നത്. അയോധ്യയുമായി ബന്ധപ്പെട്ട അപൂർവ ചിത്രങ്ങൾ ശേഖരിക്കുകയും അത് സൂക്ഷിക്കുകയും ചെയ്തു. ശ്രീരാമക്ഷേത്രത്തിന് അനുകൂലമായി 2019 വന്ന സുപ്രീം കോടതി വിധിയിൽ പോലും നിർണായകമായത് ഈ രേഖകളായിരുന്നു. പിന്നീട് കോടതി വിധി പ്രകാരം ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചപ്പോൾ അതിൻ്റെ നെടുംതൂണായി മാറുകയായിരുന്നു. ചെറുപ്പകാലം മുതൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന RSSുമായി ബന്ധം. കോളേജ് അധ്യാപകൻ ആയിരിക്കെ അടിയന്തരാവസ്ഥയ്ക്കെതിരെ ശബ്ദിച്ചത് കാരണം 18 മാസത്തെ ജയിൽവാസം. ഈ ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു വഴിത്തിരിവായി മാറി. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ അദ്ദേഹം സർക്കാർ ജോലി രാജിവെച്ച് RSSൻ്റെ മുഴുവൻ സമയ പ്രവർത്തകനാവുകയായിരുന്നു. സംഘപ്രചാരകനായി പ്രവർത്തിക്കുകയാണ് സംഘടന 1980 ചമ്പത് റായിയെ വിശ്വ ഹിന്ദു പരിഷത്തിലേക്ക് നിയോഗിക്കുന്നത്. തുടർന്ന് രാമജന്മഭൂമി പ്രസ്ഥാനത്തിൻ്റെ ചുക്കാൻ പിടിക്കുകയായിരുന്നു. രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി ആയതോടെ രാജ്യം മുഴുവൻ ബഹുമാനിക്കുന്ന വ്യക്തിത്വമായി അദ്ദേഹം മാറി. അപ്പോഴാണ് രാജ്യത്തെ നടുക്കിയ ആരോപണങ്ങൾ ഉയർന്നത്. രാമക്ഷേത്രത്തിൽ കാണിക്കയായി കിട്ടിയ 60 വെള്ളിക്കട്ടകളടക്കം അമൂല്യ വസ്തുക്കൾ കാണാനില്ലെന്നും ക്ഷേത്ര ട്രസ്റ്റുമായി ബന്ധപ്പെട്ടവർ അത് മോഷ്ടിച്ച് കടത്തിയെന്നുമായിരുന്നു ആരോപണം. എന്നാൽ പരാതികൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ബ്ലോഗർമാരും ചില യൂട്യൂബ് ചാനലുകളുമാണ് ഈ ആരോപണം ആദ്യം ഉയർത്തിയത്. പിന്നീട് സാവധാനം മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ പ്രചരണം ഏറ്റെടുത്തു. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ മാധ്യമങ്ങൾ ഇത് പിന്നീട് ആഘോഷമാക്കി. പ്രതിപക്ഷ പാർട്ടികൾ BJP അടിക്കാനുള്ള ഒരു വടിയായി ആരോപണങ്ങളെ കണ്ടു. അതോടെയാണ് അന്വേഷണം വേണമെന്ന് ട്രസ്റ്റ് തന്നെ ആവശ്യപ്പെട്ടത്. ഇതോടെ പ്രത്യേക അന്വേഷണ സംഘവും രൂപീകരിച്ചു. ഏറ്റവും ഒടുവിലായി കേസിൽ 8 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. അയോധ്യക്കെതിരെ നടക്കുന്നത് വ്യാജ പ്രചരണങ്ങൾ എന്നാണ് BJPയുടെ വിലയിരുത്തൽ. ക്ഷേത്ര ട്രസ്റ്റിൽ ഭക്തർക്കുള്ള വിശ്വാസം ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്ന് അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ചമ്പത് റായിയെ പോലുള്ളവർ രാജിവെക്കേണ്ട കാര്യമില്ലെന്ന് BJP കരുതുന്നു. ആരോപണങ്ങളിൽ വ്യക്തത വന്നതിന് ശേഷം നടപടിയെന്നാണ് സർക്കാർ നിലപാട്.
പക്ഷേ ചമ്പത് റായി അന്വേഷണം അവസാനിക്കുന്നതുവരെ മാറി നിൽക്കാൻ തയ്യാറായി. കർണാടകയിലെ ധർമ്മസ്ഥലയ്ക്കെതിരെ അടുത്ത കാലത്ത് നടന്ന വ്യാജ പ്രചരണങ്ങൾക്ക് സമാനമായ കാര്യങ്ങളാണ് അയോധ്യയിൽ നടക്കുന്നതെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. അയോധ്യയ്ക്ക് വേണ്ടി ഇപ്പോൾ കണ്ണുനീരൊഴുക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ക്ഷേത്ര നിർമ്മാണത്തിന് തന്നെ എതിരായിരുന്നുവെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും വ്യക്തതയുള്ള ആരോപണങ്ങളല്ല അയോധ്യയ്ക്ക് നേരെ ഉയരുന്നത്. വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷണം പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമാക്കേണ്ടതും ട്രസ്റ്റാണ്. SIT അന്വേഷണം പുരോഗമിക്കുന്നുണ്ടെങ്കിലും വിശദ വിവരങ്ങൾ ലഭ്യമല്ല. ലക്ഷക്കണക്കിന് ഭക്തർ ദിവസവും ദർശനത്തിനെത്തുന്ന രാജ്യത്തെ ഒരു മഹാക്ഷേത്രത്തിന് നേരെ ഇത്തരം ആരോപണങ്ങൾ ഉയരുന്നത് ഒട്ടും ആശാവഹവുമല്ല. പണവും മറ്റമൂല്യ വസ്തുക്കളും ചോരാതിരിക്കാനുള്ള കുറ്റമറ്റ സംവിധാനം അയോധ്യയിൽ ഉണ്ടാകണം. നിലവിൽ എന്തെങ്കിലും മോഷണം പോയിട്ടുണ്ടെങ്കിൽ വിശദമായ വിവരങ്ങൾ ജനങ്ങളെ അറിയിക്കാൻ ട്രസ്റ്റ് തയ്യാറാകണം. ഇല്ലെങ്കിൽ വ്യാജ ആരോപണങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണം. രാജ്യമെമ്പാടുമുള്ള ജനങ്ങളുടെ ആവശ്യവും ആഗ്രഹവുമാണത്. ആരോപണങ്ങളിൽ അന്വേഷണം പൂർത്തിയാകുന്നതുവരെ ചുമതലകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ചമ്പത് റായിയെ പോലുള്ളവരുടെ തീരുമാനം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. 2019 നവംബർ 9 ഇരുവിഭാഗങ്ങളുടെയും തർക്കം പരിഗണിച്ച സുപ്രീം കോടതി തർക്കഭൂമി ഹിന്ദുക്കളുടേതാണെന്നും സ്വതന്ത്ര ട്രസ്റ്റിൻ്റെ മേൽനോട്ടത്തിൽ ക്ഷേത്ര നിർമ്മാണം നടത്തണമെന്നും മസ്ജിദ് നിർമ്മിക്കാൻ അയോധ്യയ്ക്ക് പുറത്ത് ഭൂമി അനുവദിക്കണമെന്നും ഉത്തരവിട്ടത്. ഇതനുസരിച്ച് രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് സ്ഥാപിക്കപ്പെടുകയും 2020 ഓഗസ്റ്റ് 5 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്രത്തിന് തറക്കല്ലിടുകയും ചെയ്തു. ഒന്നാം ഘട്ടം പണി പൂർത്തിയായതോടുകൂടി 2024 ജനുവരി 24 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ നിർവഹിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും കോടിക്കണക്കിന് ഭക്തർ അയോധ്യയിലേക്ക് ഒഴുകി. ഇപ്പോഴത്തെ ഈ ആരോപണങ്ങൾ രാമഭക്തരുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചെങ്കിലും വൈകാതെ സത്യം പുറത്തു വരുമെന്ന വിശ്വാസത്തിലാണ് അവരെല്ലാം.